മ്യാൻമാർ. നിങ്ങൾ ഈ രാജ്യത്തെ മുമ്പ് വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകണം. 1948 ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. 2015 ബർമീസ് സ്വാതന്ത്ര്യ നായകന്റെ മകൾ ഓങ് സാൻ സൂക്കി 25 വർഷത്തെ അഴിമതി നിറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അധികാരം നേടിയപ്പോൾ അതെല്ലാം മാറിയെങ്കിലും നിർഭാഗ്യവശാൽ അത് അധിക നാൾ നീണ്ടുനിന്നില്ല. 2021 ഫെബ്രുവരിയിൽ പട്ടാളം ഒരു അട്ടിമറി നടത്തി ഓങ് സാൻ സൂക്കിയെ ജയിലിലാക്കി. ഇത് രക്തരൂക്ഷിതമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചു. 2023 മാർച്ചിലെ കണക്കുകളനുസരിച്ച് 17.6 ദശലക്ഷം ആളുകൾക്ക് മാനുഷിക സഹായം ആവശ്യമാണെന്ന് കണക്കാക്കുന്നു. 1.6 ദശലക്ഷം ആളുകൾ ആഭ്യന്തരമായി പലായനം ചെയ്യപ്പെട്ടു. എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി വംശീയ മിലിഷ്യ ഗ്രൂപ്പുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ നിലവിൽ കാഴ്ചയിൽ ഇതിനൊരു അവസാനമില്ല. ഓങ് സാൻ സൂക്കിയും ജനാധിപത്യവും ഇന്നും തടവിലാണ്. മ്യാൻമറിന്റെ പ്രധാന നഗരമായ യാങ്കോൺ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എന്റെ കഥയാണ്. ഹലോ, നമസ്കാരം. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഡൊമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും യാങ്കോണിൽ നിന്ന് സ്വാഗതം പറയുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മ്യാൻമറിലാണ്, യാങ്കോണിലാണ്. നമ്മുടെ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പുള്ളിയൊക്കെ ഉണ്ട്. ഒരു ഹോസ്റ്റലിൽ വന്നിട്ട് ശങ്കലായി ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്റ്റലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പുറത്തുള്ള ഭാഗം, കണ്ടില്ലേ? ഇപ്പം ഞാൻ രാവിലെ റൂമിൽ പോയിട്ട് നമ്മുടെ സഞ്ചാര പങ്കാളി എവിടെയാണ്, ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അക്കാസു, ഹലോ 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 ഹലോ, wake up, wake up, wake up, wake up. You take the clothes first. Wake up, wake up, wake up. Take the clothes. ഫൈനലി നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. റൂം ചെക്കൗട്ട് ചെയ്ത് ഓഫ് ദ ലൈറ്റ് എവറിത്തിങ് ആൻഡ് കം. അപ്പോൾ ഈ ഒരു റൂമിന് വന്ന വില എന്ന് പറയുമ്പോൾ 25,000 ആണ്. 25,000 എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് റേറ്റിൽ $10 അടുപ്പിച്ച് വരും, 10,800 രൂപ. പക്ഷെ ബ്ലാക്ക് മാർക്കറ്റ് അങ്ങനത്തെ റേറ്റിൽ 25,000 എന്ന് പറയുമ്പോൾ $6.5 വരുള്ളൂ. അതായത് ഒരു 500 രൂപയൊക്കെ അടുപ്പിച്ച് വരുള്ളൂ. ഇവരുടെ മുഖത്തെല്ലാം പുട്ടി പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഓ ഓക്കെ ആയേ ഉസ്കാ ചൈരാമേക്കെ ആയേ. അതെന്താ തെനക്ക എന്ന് വെച്ചാ അതെന്താ? മ്യാൻമാർ ട്രഡീഷണൽ മേക്കപ്പ്. മ്യാൻമാർ ട്രഡീഷണൽ മേക്കപ്പ് ആണ് കേട്ടോ അവരിട്ടേക്കുന്നത്, കണ്ടില്ലേ? ഈ കാണുന്നതാണ് കേട്ടോ തെനക്ക. ഇത് സ്കൂളിൽ പോകുമ്പോഴൊക്കെ എല്ലാ കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സാധനമാണ്. കല്ലാണോ? അതിലെന്തോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഈ ഒരു തടി അതിലാക്കുമ്പോ ഒരു ചെറിയൊരു ഇതാവും കേട്ടോ. നല്ലൊരു തണുത്ത ഒരു പൊടിയാണ് ഇത്. സൺസ്ക്രീം ആയിട്ടും പിന്നെ ബ്യൂട്ടി ഇതായിട്ടൊക്കെ ഇടും കേട്ടോ, കണ്ടില്ലേ? ആന്റിയുടെ മുഖത്ത് കണ്ടില്ലേ? ഇതാണ് കേട്ടോ. പ്യൂർ ബർമീസ്. Chantanka. By this you can go temple. No one ask you. Go to time you go temple. No one ask you. He's. How do you feel now? Very cool. After it. Muy bien. Ready? Thank you. ഇതാണ് കേട്ടോ നമ്മുടെ മ്യാൻമറിന്റെ പുറത്തുള്ള കാഴ്ചകൾ. ഇവിടെ മാങ്ങയും കുറെ ജ്യൂസും സംഭവമൊക്കെ വിൽക്കുന്ന തെരുവുകളൊക്കെയാണ്. എല്ലാവരും മുണ്ടെടുത്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് പോയി മുണ്ട് വാങ്ങണം. അപ്പം നല്ല കാറ്റും കിട്ടും കേട്ടോ. അടിപൊളി കേട്ടോ.
ഹായ് ബോലോ ഹായ് ബോലോ Hi, Minglava. മിംഗ്ലാവാന്നാണ് കേട്ടോ. കണ്ടില്ലേ ഇവരുടെ മുണ്ട് എന്ത് രസമാണ്. ഇതൊക്കെ നമ്മുടെ ചെന്നൈയിൽ നിന്നൊക്കെ ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന മുണ്ടകളൊക്കെയാണ് കേട്ടോ. എക്കാ ലെറ്റ്സ് ബൈ. Want to buy the moments one? യാ ഇത് ആണുങ്ങളാ. അവിടെയും കുറെ മാങ്ങകളൊക്കെ വിൽക്കുന്നുണ്ട്. അടിപൊളി കേട്ടോ. എല്ലാ ആൾക്കാരും ഇവിടെ കച്ചവടം നടക്കുന്ന സ്ട്രീറ്റൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ എന്താ പറയാ ഭക്ഷണ തെരുവുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. കണ്ടില്ലേ ഓരോ ചെറിയ സ്റ്റോള് പോലും എന്ത് തരം നീറ്റാണ്. ആദ്യത്തെ ദിവസം വന്നതിന്റെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ. Restaurant opens morning 6 and 3 o'clock. This one? So much rush is there. 3 o'clock close. Morning 7 o'clock opening. Afternoon 3 o'clock. ഓക്കെ 3 മണിക്ക് Only, this is famous restaurant. 7. Famous for what? അതുകൊണ്ട് ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ മെയിൻ റോഡാണ്. ഇതൊക്കെ കണ്ടില്ലേ പണ്ടത്തെ പഴയ ബർമീസ് ബിൽഡിങ്ങുകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വെച്ച് വെൽ കണക്റ്റഡാ. ഇവിടെ ആളുകളൊക്കെ ട്രാഫിക് റൂളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതാണ് വേറൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പ്ലസ് ക്ലീൻനെസ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ക്ലീനാണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കണ്ടപ്പം തന്നെ നെട്ടി കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ആദ്യമേ വന്നപ്പോൾ വാട്ട് ഈസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ? ഇറ്റ്സ് നൈസ് റൈറ്റ്? ക്ലീൻ ആൻഡ് ടൈഡി. പെട്ടെന്ന് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നും. വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ തായ്ലൻഡിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ക്ലീൻ ആയിട്ട് എന്താ പറയുക ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ. എല്ലാവരും പിന്നെ കുട കൊണ്ട് നടപ്പുണ്ട് കേട്ടോ. എല്ലാവരും. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ വരും, കുറച്ച് കഴിയുമ്പോൾ ചൂട് വരും. അങ്ങനത്തെയൊക്കെ ക്ലൈമറ്റാണ്. എല്ലാവരുടെ കയ്യിലും കുട ഇருக்கு. എതുക്കുതാ കുട? എല്ലാവരും കുട വെച്ചിപ്പോ. So sunlight, so rainy, so every time we need umbrella. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും അംബ്രല വേണം. നമ്മൾ സിമ്മൊന്നും വാങ്ങാനുള്ള പ്ലാൻ ഇതുവരെയായിട്ടും ആയിട്ടില്ല. സിമ്മിൻ്റെ ഒന്നും നോക്കിയില്ല കേട്ടോ എത്ര രൂപയാണ് സംഭവങ്ങളെന്നൊക്കെ. കണ്ടില്ലേ പുള്ളിക്കാരൻ്റെ മുണ്ട് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ബൈ മുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ മുട്ടയും കുറേ ചെറിയ സ്ട്രീറ്റ് ഫുഡൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ്. ഇവിടെ ധാരാളം നമ്മുടെ തമിഴ് വംശജരുണ്ട് കേട്ടോ. ധാരാളം നമുക്ക് ഇന്ത്യക്കാരെ പിന്നെ UP, ബീഹാർ അവിടെ നിന്നൊക്കെ കൊന്ന് കുടിയേറിയ അവരുടെ വംശജരെ കാണാൻ കഴിയും. ധാരാളം ആളുകളുടെ സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആര്യ സമാജിന്റെ ഒരു ക്ഷേത്രമാണ്. അതായത് പണ്ടത്തെ ഓൾഡസ്റ്റ് നമ്മുടെ സാംസ്കൃത് ആ ഒരു ഇത് ടെമ്പിളാണ് കേട്ടോ. അല്ലേ അതല്ലേ? ആര്യ സമാജം എന്ന് വെച്ചാൽ സംസ്കൃത കോഡാണ്. എല്ലാവർക്കും തുണിയുണ്ട് കേട്ടോ. എല്ലാവർക്കും കുടമുണ്ട്. ഇവിടെ വർക്കിന് പോകുന്നവരും എല്ലാവരും കുടയും കൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. കുടയില്ലാതെ മനുഷ്യന്മാർ ഇറങ്ങില്ല. നമ്മൾ മാത്രമാണ് ഇപ്പൊ തൽക്കാലം കുടയില്ലാതെ ഇതിലൂടെ നടക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ മ്യാൻമറിന്റെ മുൻ ഭരണം ആങ് സാൻ സൂചിയുടെ ഫാദർ ആങ്സാനെ വെടിവെച്ച് കൊന്നത്. അതായത് ഇപ്പോൾ പണ്ട് ഭരിച്ചിരുന്ന ആങ് സാൻ സൂചി ഇപ്പോൾ ജയിലിലാണ്. നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ മ്യാൻമറിലെ പട്ടാളം ഇവിടെ ടേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം അവരെല്ലാം ജയിലിലാക്കി. ഇവിടെ ഉള്ള പൊളിറ്റീഷ്യൻസിനെല്ലാം ജയിലിലാക്കി. ഇതിപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളും നടക്കുന്നത്. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ചെറിയ ചെറിയ ഗല്ലികളും ഫുഡ് സ്ട്രീറ്റുകളൊക്കെയാണ് കേട്ടോ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫുഡ് തരത്തിലുള്ളതാണ്. പിന്നെ അവിടെ പാന് വരെ അപ്പുറത്ത് വിൽക്കുന്നുണ്ട് കേട്ടോ. പാന് നമ്മുടെ എൻ്റെ നല്ല ഇവിടെ ഫ്രൂട്ട്സ്. പിന്നെ പൂ ഭയങ്കര കോമൺ ആണ് കേട്ടോ. ആൾക്കാർ പൂ. ഇതൊരു മീൻ മാർക്കറ്റും പൂ മാർക്കറ്റും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെന്താ മുള്ളു ചക്കയാണോ? ഡൂറിയാൻ. യു മീൻ തുറിയാൻ? Don't say, only say durian. It's smelling food? Smelling good. സ്മെല്ലിങ് ഗുഡ് എന്നാണ് അവള് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നാറ്റോ എന്നാണ് ഉദ്ദേശിച്ചത്. അടിപൊളി. എല്ലാം നമ്മൾ കുറേ നേരമായിട്ട് ഞാൻ സത്യത്തിൽ ബസ്സിൻ്റെ കാശ് ലാഭിക്കാൻ വേണ്ടി നടക്കുവാണ്. ക്യാമ്പിംഗ് സ്റ്റോറാണോ ഇവിടെ? അത്യാവശ്യം നല്ല അവിടെയും മുണ്ടൊക്കെ ഉണ്ടല്ലോ. ആണുങ്ങളുടെ മുണ്ടൊക്കെ കവറിൽ കെട്ടി ഇങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെൻ സ്റ്റോറിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. $1, 4,500. നമ്മൾ സുലേ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു സ്ക്വയറിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ കണ്ടില്ലേ. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ. സിറ്റിയിൽ അങ്ങോട്ട് പോകുന്നത് ധാരാളം ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ബൈസൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. വെയിലടിക്കാതെ ബൈസൈക്കിളിൽ കുടയിൽ ചൂടുന്നവരുണ്ട്. ഇതുപോലുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധ ടെമ്പിളാണ്. ഏറ്റവും മുകളിലിരിക്കുന്ന ഗോൾഡാണ് കേട്ടോ.
യെസ്, നമ്മൾ അടുത്തൊരു ഹോസ്റ്റലിലോട്ടാണ് കേട്ടോ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നത്. ഇവിടെ കുറേ മുസ്ലിം ആളുകളെ കാണാം, കണ്ടില്ലേ? കുറേ മുസ്ലിംസ് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധിസ്റ്റ് ആണ്, പിന്നെ മുസ്ലിംസ് ആണ് കേട്ടോ. ഈ കാണുന്ന പോളോ ഗസ്റ്റ് ഹൗസിലോട്ടാണ് നമ്മൾ വന്നത്. കാരണം അവിടെ നമുക്ക് ഇനി സ്റ്റേ ചെയ്യാൻ പറ്റില്ല. നേരത്തെ സ്റ്റേ ചെയ്ത സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല, കാരണം എന്തോ നിയമങ്ങളുണ്ട്, അങ്ങനെ ഉണ്ട്. ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ കുറേ ഗുലുമാലകളുണ്ട് സംഭവം. നമ്മൾ ഇതുവരെയായിട്ടും ഒരു ഹോസ്റ്റൽ തപ്പി കണ്ടുപിടിച്ചില്ല. അത്യാവശ്യം നല്ല വില ഉണ്ട്, അതുകൊണ്ട് വേറൊരു സ്ഥലത്തോട് നടന്നു പോവാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, കുറേ വയറും നല്ല രസമുണ്ട്. പക്ഷെ കളർഫുള്ള് ഡിഷൊക്കെ കണ്ടില്ലേ അവിടെ തൂക്കി വെച്ചിരിക്കുന്നത്. സൂലെ പകോട, പക്കോട അല്ല പകോട. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സെൻറ്റർ. നമ്മുടെ ഡൗൺ ടൗണിൻ്റെ സെൻറ്ററാണ് കേട്ടോ. യാങ്കോൺ നഗരത്തിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഈ കാണുന്നത്. നമ്മൾ അടുത്ത വേറൊരു ഹോസ്റ്റൽ തേടി ഇങ്ങനെ നടക്കുവാണ്. ഇന്നും വല്ലതും കണ്ടുപിടിക്കുമെന്നോ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ആദ്യമായിട്ടായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തായ്ലാൻഡ് ആയാലും വിയറ്റ്നാം ആയാലും ഈ ഒരു ഫീച്ചറുള്ള ആളുകളും പിന്നെ സ്ട്രീറ്റൊക്കെ കുറേ ഇതൊക്കെ പോലുള്ള നമുക്ക് കാണാൻ സാധിക്കും. ഇത് പണ്ടത്തെ സുവനീഴ്സും സ്റ്റാമ്പൊക്കെ ആണല്ലോ ഇവിടെ. കണ്ടില്ലേ പണ്ടത്തെ. നമ്മൾ ഇതിനിടയിൽ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി വന്നിരുന്നു. ഉടനെ മഴ കേട്ടോ. എൻ്റെ അമ്മോ, നമ്മൾ വിചാരിക്കുന്നതല്ല. ഇവിടെ മഴ എപ്പോഴും കാണും. വെയിലാണെങ്കിൽ 5 നിമിഷം കഴിയുമ്പോൾ തന്നെ മഴ തുടങ്ങും. ഇവിടുത്തെ വെതർ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സംഭവം അല്ല കേട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ചൂടത്തിരുന്ന ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഉടനെ മഴ കേട്ടോ. നമ്മൾ മഴയത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. ഓ, മഴ ആണെന്ന് ഒരു ഇതായി കേട്ടോ. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെ ജുമയ്ക്ക് ആളൊന്നും ഇല്ലല്ലോ. ഇവിടെ നമുക്ക് ഒലുവെടുക്കാനായിട്ട് താഴെ ഒരു ഹൗളൊക്കെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ഒലുവെടുത്തത്. ഇവിടെ സ്ത്രീകൾക്കും നമസ്കരിക്കാനുള്ള ഒരു ഇടമുണ്ട്. സ്ത്രീകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളി ഭാഗം. ഇവിടെ കണ്ടില്ലേ, ഇതാണ് നമസ്കരിക്കുന്ന ഭാഗം. സംഭവങ്ങളെല്ലാം അവിടെ എനിക്ക് തോന്നുന്നു ഇതെന്താണെന്നോ സിയാറത്താണെന്നോ തോന്നുന്നു ആ കാണുന്നൊരു ഭാഗം. ഇവിടെ 12:30-ക്കാണ് കേട്ടോ ജുമാ നമസ്കാരം. ഈ കാണുന്ന ഒരു ഷിയ പള്ളിയാണ്. ൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഏതാ? अम्ब्रेला कौन सा था हम लोग? नहीं ये चेन्नई, मैं केरला ये केरला फ्रेंड, मैं कलकत्ता. ഇവിടെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി അവർ പറയുകയാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ശമ്പളമൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. നമസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട്. अच्छा है ना सिस्टम? ये अच्छा है. यहाँ का बर्निस मस्जिद के लिए नमाज के बाद ये फूड है हम लोग को ऑफर किया है. ഇവിടെ കുറേ പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നല്ല ഇതുണ്ട് കേട്ടോ. ജാസ്തി नहीं मैं घूमने के लिए ഈ കാണുന്നതാണ് കേട്ടോ. ഇവിടെ ഭക്ഷണം വിളമ്പിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത സ്ത്രീകളുടെ സെക്ഷനായിട്ടുള്ള ആളുകൾ വരാനായിരിക്കണം കേട്ടോ. ഇവിടെ എല്ലായിടത്തും നല്ല അടിപൊളി പുലാവ് കേട്ടോ. നല്ല രസമുള്ള ഭക്ഷണമാണ്. ഇതുകൊണ്ട് ഇതാണ് ഭക്ഷണത്തിൻ്റെ കൗണ്ടർ കേട്ടോ. ഇവിടെ നിന്നാണ് അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അതാണ് ഇവിടെ ചായയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ കുടിക്കാൻ വെള്ളമുണ്ട്. ഇവിടെ തന്നെ ചായ എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതാ വീണ്ടും ഏതൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുവാണ്. സ്ട്രീറ്റുകൾ ആദ്യമായതുകൊണ്ടാണ് കേട്ടോ വലിയ മനോഹരം കേട്ടോ. ഇറ്റ്സ് സോ നൈസ് റൈറ്റ്. സോ
really nice streets, right? I'm really nice. You are really ugly. Don't worry. കാണുന്ന ഭാഗത്തെല്ലാം ഇന്ത്യൻ സ്റ്റോറാണ്. നമ്മുടെ കാഞ്ചീപുരം ഇന്ത്യ സ്റ്റോറ്, പിന്നെ ഇന്ത്യ ഫാഷൻ കണ്ടില്ലേ, ഇതെല്ലാം ഇന്ത്യൻ ദുക്കാൻസാണ് കേട്ടോ. ഇവിടെ പല തരത്തിലുള്ള സ്റ്റോറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ധാരാളം ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ കുछ बोलना है? ഇവിടെ കുറച്ച് സ്ത്രീകളൊക്കെ ഇങ്ങനെ പൈസ വാങ്ങാൻ വേണ്ടി ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കുന്നവരൊക്കെയാണ് കേട്ടോ. ഇതെനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വാങ്ങണം കേട്ടോ, എന്നിട്ട് വേണം ഒന്ന് സുഖമായിട്ട് നടക്കാനായിട്ട്. ഇവിടെ സിം കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്, ഒഫീഷ്യലായിട്ടല്ല, അല്ലാതെ ഒരു സിമ്മിന് 4000, ഒരു സിമ്മിന് ഇതിന് 100, ഈ സിമ്മിന് 3000, ആ സിമ്മിന് 7000-ന് 10 GB കൂടെ ഇന്റർനെറ്റ് ഉണ്ട്. 7000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 7000 എന്ന് പറയുമ്പോൾ ഒരു 600 രൂപ അടിപ്പിച്ച 600-700 രൂപ. 150 7000 അത്രേ ഉള്ളൂ. 150 അത്രേ ഉള്ളൂ. നടന്ന് ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നതാണ്. നമുക്ക് നോക്കാം. ഇവിടെ കണ്ട ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ വഴിയൊക്കെ ചോദിച്ചു. ഈ കാണുന്ന പെൺകുട്ടിയുടെ അടുത്താണ് കേട്ടോ വഴി ചോദിച്ചത്. Come on. What happened? You okay? No. Why? What happened? Myanmar is not treating you well? My travel partner is not treating me well. Yeah. Why? Who are you? അപ്പോൾ താണ്ടെ ഈ കാണുന്ന പാലം കയറിയിട്ടാണ് കേട്ടോ. വേറെ അതെ. ഓ അതുവഴിയാണോ? അതുവഴി നമ്മൾ ഈ കാണുന്ന ഭാഗത്തോട്ട് പോകണം കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മ്യാൻമർ റെയിൽവേ സ്റ്റേഷൻ, MSR, മ്യാൻമർ സൂപ്പർ റെയിലാണോ ഇതിന്റെ പേര്. ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. കൊള്ളാം കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അകത്ത് പോയിട്ട് ടിക്കറ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമ്മൾ ഇനി വേറൊരു സിറ്റിയിലോട്ട് പോകാൻ വേണ്ടിയാണ് അടുത്ത വരും ദിവസങ്ങളിൽ. കണ്ടില്ലേ, ഇവിടെ എൻക്വയറീസിൽ വന്നു, തട്ടിമുട്ടി ഇംഗ്ലീഷ് സംസാരിച്ചു. അവിടെ ഒരു ട്രെയിൻ കിടക്കുവാണ് കേട്ടോ, പകാന് പോകുന്ന. വെള്ളിയാഴ്ച മാത്രമേ ആ ട്രെയിൻ കാണുള്ളൂ, അത് നമുക്ക് പോകാൻ കഴിയില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. അതോ അടിപൊളി കേട്ടോ. പക്ഷെ നമുക്ക് ഇനി മിസ്സാവും, ഇത് നേരത്തെ അറിയില്ലായിരുന്നു. ഇന്ത്യ ടു യൂറോപ്പ്. കണ്ടില്ലേ, വഴിയോരങ്ങളിൽ അംബ്രല്ലയുടെ കട ധാരാളം ഉണ്ട്, ധാരാളം കുടകൾ വിൽക്കുന്നത് കാണാം. അതിന്റെ പ്രധാന കാരണം ഇവിടെ മഴ തോന്നും പോലെ വരും, അതുകൊണ്ട് എല്ലാ ആൾക്കാരും, പിന്നെ മാത്രമല്ല ഇവര് വെയിലത്തും വരെ അംബ്രല്ല ഉപയോഗിക്കും കേട്ടോ. അടുത്ത നമ്മൾ ഇതുപോലത്തെ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. I want to buy one umbrella. It's on the head, you know. Yeah, I want to buy. They have? I think they have. വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ, മറ്റേ തലയിൽ വെക്കുന്ന കുട. യെസ്. ഇതിന്റെ വില ആകെ ഉള്ളത് 5000 ഇവിടുത്തെ മണിയാണ്. 5000 എന്ന് പറയുമ്പോൾ നമ്മളെ ഇതിന് വരുമ്പോൾ എല്ലാം കൂടെ എത്ര വരും? 5000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 120 രൂപയുടെ അകത്ത് 100 രൂപ വരുള്ളൂ കേട്ടോ. 100 രൂപയ്ക്ക് കൊള്ളാം കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. വെയിലടിക്കൂല, മഴ നനയൂല, പക്ഷെ തല മാത്രമേ നനയാതിരിക്കുള്ളൂ കേട്ടോ. कैसा हिंदी मालूम? आपको कैसा हिंदी मालूम? पहला से मालूम है. हम लोग इधर पैदा हो के बड़ा हुआ, हम लोग हिंदी मालूम है. हिंदी मालूम है? बहुत लोग है. बहुत है. ഇവിടെയുള്ള പല ആളുകൾക്കും ഹിന്ദി അറിയാം കേട്ടോ. ഇവിടെ എല്ലാവരും നല്ലപോലെ ഹിന്ദി സംസാരിക്കും. കുറേ പേര് തമിഴ് ഭാഷ സംസാരിക്കും. കാരണം തമിഴ് ഒറിജിനും ഹിന്ദി അങ്ങനത്തെ ഉത്തരേന്ത്യയിലൊക്കെ വന്ന് കുടിയേറിയ കുറേ ആൾക്കാരുണ്ട്. അതൊക്കെയല്ല കേട്ടോ. മലയാളികൾ അങ്ങനെ കുടിയേറിയ ആൾക്കാർ അങ്ങനെ കാണാൻ സാധിക്കില്ല. ചില ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പോയ ഗുജറാത്തികൾ അങ്ങനെ കാണാൻ സാധിക്കും. ചൈന, തായ്വാൻ. ഇവരുടെ മുണ്ട് കണ്ടില്ല, എല്ലാവരും മുണ്ടെടുപ്പുണ്ട്. ഇത് നമുക്ക് ഇനി അടുത്ത വർഷം തന്നെ വാങ്ങണം. ഇപ്പൊ 2 എണ്ണത്തിനുള്ള 10,000. आप किधर से? आपका बाबा सूरत से आया. आपका बाबा सूरत से आया. कितना साल पहले? वो दो हम लोग और डाले 1950 तक. ओ, वो टाइम से सूरत से हम लोग बाबा इधर आया. इधर में शादी हुआ 70-80 साल का पहले. बहुत लोग हैं ना आपको गुजरात से? बहुत है. केम छो? सुरती मेहमान सब तो सूरत से तो आता था. सूरत में सुरती. आपको गुजराती मालूम? नहीं. हिंदी. ഓക്കെ. ഇവരൊക്കെ സൂറത്തിൽ നിന്ന് വന്നതാണ്. ഗുജറാത്തിൽ നിന്ന് 1950 കാലഘട്ടത്തിലൊക്കെ ഇവിടെ വന്നതാണ്. നമ്മൾ തൽക്കാലം ഒന്ന് വാങ്ങിച്ചു. വീണ്ടും ഇത്രയും നേരം കട്ടച്ചൂടായിരുന്ന സ്ഥലത്ത് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, എന്തൊരു അതിശയം. മ്യാൻമറിലെ അതിശയങ്ങൾ കണ്ടില്ലേ. ചുമ്മാ 5-10 മിനിറ്റ് കൂടുമ്പോൾ ക്ലൈമറ്റ് മാറുന്ന സ്ഥിതിയാണ് കേട്ടോ. സ്പെഷ്യലി ഈ യാങ്കോൺ നഗരത്തിൽ. ഇവിടെ കുറേ നമ്മുടെ കേരളവും അല്ലെങ്കിൽ ഇന്ത്യൻ
ചായയുള്ള കുറേ ഇതുപോലത്തെ സ്ട്രീറ്റ് ഫുഡ് എല്ലാം നമുക്ക് അറിയാൻ കഴിയും, കാണാൻ കഴിയും. വെള്ളം കുട വാങ്ങിച്ചതിൻ്റെ ഇളവൊക്കെ വേണം കേട്ടോ. കുട വാങ്ങാത്ത ഞാനിവിടെ ആരായി? മഴ മഴ ഓടിക്കോ. ദാശായി സിയർ ദാശ ഇതിനിടയ്ക്ക് വേറൊരു സ്ഥലത്തായിരുന്നു സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദാശ ഇന്നലെ മുതൽ മിസ്സായത്. നമ്മൾ ഇനിയിപ്പോൾ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെയിൻ റോഡില്. ദിസ് വേ മ്യാൻമറിൽ വന്നിട്ട് ലിഫ്റ്റ് അടിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് മ്യാൻമറിൽ നിന്ന് ഇപ്പോൾ ലിഫ്റ്റ് അടിക്കുന്നത്. ഹലോ ബൈ. ആരും നിർത്തുന്നില്ലല്ലോ. ലിഫ്റ്റ് അടിക്കാൻ തൽക്കാലം പറ്റിയില്ല. അതുകൊണ്ട് നമ്മളൊരു വണ്ടി കയറി ഇരിക്കുകയാണ്. ടാക്സിയിൽ 3000 രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ചു. താങ്ക് യു 52 സ്ട്രീറ്റ് we go. What is this? മുല്ലപ്പൂ. പൂ. Buddhist. Golden flower. Golden flower. പുള്ളിക്കാൻ വെള്ളമൊക്കെ ഉണ്ടല്ലോ. This is for customer or for you? Yeah. For customer. Present. Huh? Present. Yeah. Free. You mean? ഫ്രീ ആണെന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. താങ്ക് യു. ദേശു തിമ്പാളെ എന്നാണ് കേട്ടോ പറഞ്ഞത്. പുള്ളിക്കാരൻ ഫ്രീ ആണെന്നൊക്കെ ബോട്ടിലൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ പാവം. എനിക്ക് എൻ്റെ അടുത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് 3,000 big amount. Big. India 3,000 big. Thank you. നല്ല മനുഷ്യന്മാരാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾ. പിന്നെ ബുദ്ധമതം ഫോളോ ചെയ്യുന്നവർ കുറേ അവർക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ബാഗ് എടുക്കട്ടെ. നമ്മൾ അടുത്തൊരു ഹോട്ടലിലോട്ടാണ് വന്നത്. ഇവിടെ വില കുറച്ച് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. ഈ കാണുന്ന ഒരു ഹോട്ടലിലോട്ടാണ് കേട്ടോ വന്നത്. 3 സീസൺ ഹോട്ടൽ. നമ്മൾ നോക്കട്ടെ 3 സീസണിൽ. ഓക്കെ, ഉള്ളിലോട്ട് കയറട്ടെ. Your family. Now you know how to talk everything, you know. ഇവരെല്ലാത്തിനും പറയാം കേട്ടോ. ലാ നോ ലാ വീലാ വല്ലോ. 30,000. No less. No. 25. Family. Papa. Okay. Yes, Papa said okay. Walking, then China walking, Mongolia walking, Russia walking, full. I didn't see. Huh? I didn't see. What? They didn't see. You talking only. No, we walking. I have video. Papa no coco. അങ്ങനെ കുറേ ഇതിന് ശേഷം നമ്മള് ബാർഗൈനൊക്കെ ചെയ്തു. എന്നാലും 25,000 രൂപയ്ക്ക് കിട്ടിയില്ല. 30,000 രൂപയാണ് കേട്ടോ. 30,000 രൂപ എന്ന് പറയുമ്പോൾ $8 അടുപ്പിച്ചുണ്ട് കേട്ടോ. $8 എന്ന് പറയുമ്പോൾ 640 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ. 650 ആയി. അത് കുറച്ച് കൂടുതലാണ്. 650 എന്ന് പറയുമ്പം 2 പേരായപ്പോൾ 325. അപ്പം 325 ഇനി ബാക്കി എത്രയാ? 65 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് 400 രൂപയാണ് എൻ്റെ ഡെയിലി ബഡ്ജറ്റ്. ഇപ്പോൾ ഉള്ള യാത്രയ്ക്ക് ഡെയിലി 400 രൂപയാണ്. അതിൽ ഞാൻ ഭക്ഷണം ഇതും കണ്ടെത്തും. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ചോറ് ഇന്നലത്തെ രാത്രി ഉണ്ടായിരുന്നു, അത് ഉച്ചയ്ക്ക് കഴിച്ചു. ഇനിയിപ്പോൾ ഡിന്നറിന് കുറച്ച് ഓട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കുക്ക് ചെയ്യും. അപ്പം ഇന്ന് എന്തായാലും 400 അകത്താക്കും. ഇന്നലത്തെ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത്, ഇന്നലെ ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡെല്ലാം ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് സേവായി. നാളെ എന്തായാലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യില്ല, നാളെ സ്ട്രീറ്റിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ 24 മണിക്ക് 12 മണിക്ക് ശേഷം ലോക്ക്ഡൗൺ ആണ്. ഇവിടെ നല്ല ചെറിയൊരു വാഷ്റൂമും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ റൂം. ഈ കാണുന്ന ഇവിടെ ഒരു ബെഡുണ്ട്. ദാശ ഇവിടെ അല്ല സ്റ്റേ ചെയ്യുന്നത്. പിന്നെ അപ്പുറത്ത് വേറൊരു ബെഡുണ്ട്. അവിടെ ഒരു ചെറിയൊരു റെഫ്രിജറേറ്റർ. പിന്നെ ഇവിടെ AC ഉണ്ട്. ഓ, ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. റൂമിൽ നിന്ന് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പുള്ളിക്കാരൻ എന്തോ വിളിച്ചെന്തോ വിൽക്കാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ പുള്ളിക്കാരൻ.
ഞാൻ പിന്നെ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ ഇവിടെ ഗുരുദ്വാര വരെ ഉണ്ട് കേട്ടോ. നമ്മുടെ സിഖുകാരുടെ ടെമ്പിൾ ഉണ്ടല്ലോ, ക്ഷേത്രം ഉണ്ടല്ലോ, ഗുരുദ്വാര വരെ ഇവിടെ ഉണ്ട്. പക്ഷെ ലങ്കറില്ല. ലങ്കർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നാളെ തന്നെ പോയത്. ലങ്കറില്ല, ഞായറാഴ്ച മാത്രമേ ലങ്കറുള്ളൂ. ലങ്കർ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന ഭക്ഷണത്തിനെയാണ് ലങ്കർ എന്ന് പറയുന്നത്. രാത്രി സമയമാകുമ്പോൾ സ്ട്രീറ്റിലൊന്നും ഹലോ ഹായ് ഇറ്റ്സ് ഗുഡ് 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 സുന്ദരൻ. ആ ഇവിടെ പയ്യന്മാര് വരെ മുഖത്ത് നിമിങ്ങാമാ വിളാമാ. ഇവിടെ മുഖത്ത് ഇവര് പയ്യന്മാര് വരെ ഇത് മറ്റേ ഇങ്ങനത്തെ ക്രീം ഉണ്ടല്ലോ, ആ സാധനം ഇടും കേട്ടോ. ഇതെന്താ ഇവന്മാര് വിൽക്കുന്നത് ഇവിടെയും? ആ എല്ലാരും തന്നെ മുഖത്ത് ഫേഷ്യലൊക്കെ ഇട്ട് നടക്കുവാണ് കേട്ടോ രാത്രി സന്ധ്യ. എന്തോ വിറ്റ് നടക്കുവാണ് കേട്ടോ. Rice cake. കോക്കനട്ട് Coconut inside? തേങ്ങയ്ക്കുള്ള എന്തോ സാധനം കൊണ്ടുവന്നു കേട്ടോ. ഇതാണ് കേട്ടോ സാധനം. ഇതാ Coconut, right? അടിപൊളി. തേങ്ങയും കൊത്തും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഫുഡാണ് കേട്ടോ. നമ്മുടെ നാട്ടില് വാഴയിലയുടെ അകത്ത് ഉണ്ടാക്കൂലേ, ആ സൈൻ സാധനമാണ്. 50 പേരുണ്ടല്ലോ. യു ആർ എ ഫാമിലി സെല്ലിംഗ് മെനി പീപ്പിൾ. 600 more. 2 more. 3 1, 2, 3. We already. ബബരിയോ മുലേ. ഇവര് ബബരിയോ മുലയെന്ന് പറഞ്ഞാണ് കേട്ടോ വിളിച്ചോണ്ട് പോകുന്നത്. പറ ഷോപ്പിലെ കള്ളന്മാരെയൊക്കെ ഫോട്ടോയൊക്കെയാണല്ലോ ഇവിടെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഒരു ഷോപ്പിന്റെ കള്ളന്മാരുടെയാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡ് സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സ്ട്രീറ്റ് ഫുഡ് സെക്ഷനാണ് കേട്ടോ. ഒരു ഈവനിങ് സമയമാകുമ്പോൾ നമുക്ക് ധാരാളം സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ എല്ലായിടത്തും ഓപ്പൺ ആയിരിക്കും. ഇവിടെ എല്ലാം. ബട്ട് ഇതിനേക്കാളും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ഗലികൾ വേറെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്രാബും മീൻ വിഭവത്തിന്റെ കുറേ ഇതാണ് കേട്ടോ. കുറേ ഐറ്റംസ് സീ ഫുഡ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും പലതരത്തിലുള്ള എന്തൊക്കെയോ കാണാൻ സാധിക്കും. പക്ഷെ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. തന്റെ കൈയൊക്കെ പൊരിച്ചത് ഉണ്ടല്ലേ, എന്തൊക്കെയുണ്ട്. പിന്നെ താണ്ട ഇവിടെ നൂഡിൽസിന്റെ കടയാണ്. നമ്മുടെ ചേച്ചി എന്തോ ഉണ്ടാക്കുവാണ് കേട്ടോ. കപ്പലണ്ടി, സവാള, ഉള്ളി എന്തൊക്കെയായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിന് 1500 രൂപയെന്ന് പറഞ്ഞു. നമ്മളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ പുള്ളിക്കാരൻ നൂഡിൽസ് ഉണ്ടാക്കുവാണ്. മാർക്കറ്റിലൊക്കെ വന്നപ്പോൾ താണ്ടേ $1 10-80 രൂപയ്ക്ക് നമുക്ക് പിസ്താച്ചോക്ക് കിട്ടും കേട്ടോ. നല്ല വിലക്കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് കാഷ്യൂ, സോൾട്ടഡ് കാഷ്യൂനട്ട് $1 ഉള്ളൂ. അത്യാവശ്യം വിലക്കുറവുണ്ട് കേട്ടോ. ഇവിടെ നൂഡിൽസിനെ കാണിച്ചത്. നൂഡിൽസിന് 1000 രൂപ ഈ ഒരു പീസിന് കേട്ടോ. 1000 രൂപ. പിന്നെ 700 രൂപ. 700 രൂപ അല്ല, ഇവരുടെ ക്യാത്ത് 700 ക്യാത്ത്. ഇതിന് 550 ക്യാറ്റ്. 550 ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 10 രൂപ ഉള്ളൂ കേട്ടോ. നല്ല വിലക്കുറവാണ്. ഫീറ്റൻ. പീജിയൻ. No, Fijian. What is it? What is this? Duck egg. Duck. I know. It's a black. താറാവിന്റെ എഗ്ഗാണ് കേട്ടോ. താറാവിന്റെ എഗ്ഗിന്റെ ഉള്ള ഒരു ഇതാണ്. I love that Duck egg is your The black skin. Yeah. I know. Basic mean Chinese. Yeah. ബേസിക് Chinese. ഓ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല അടിപൊളി. It looks so nice. You wanna try? I like that one. Yes, I love this. This is one of my favorite. But you know, most of the Westerners they don't like. They say. കുക്ക് ചെയ്യുന്നതിന്റെ ഇടയില് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. You got a new girlfriend. Yeah. Okay. Everything okay. No problem. No problem at all. This no problem. This no problem. അപ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ലാസ്റ്റ് കഴിച്ച ഫുഡ് എന്തോ കുറച്ച് വിയേർഡായിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അത് നമുക്ക് തോന്നുന്നതാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഫുഡ് നമുക്കൊക്കെ വിയേർഡായിട്ട് തോന്നും. നമുക്ക് നോർത്ത് ഈസ്റ്റിൽ പോയാൽ പോലും, കിഴക്ക് ഭാഗത്ത് പോയാൽ പോലും ഇന്ത്യയുടെ അത് തോന്നും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലായിരിക്കും ബാക്കി മ്യാൻമാർ, ബർമ്മയുടെ കാഴ്ചകൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ.